ഞാനിവിടെ കന്യാകുമാരിയിൽ നിന്നാണ് വിളിച്ചത്. എൻ്റെ പേര് സത്യൻ എന്നാണ്. എനിക്ക് യഥാർത്ഥമായിട്ട് നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന ഈ ചാനലിനകത്തൂടെ, കാരണം നിങ്ങൾ ഈ ചാനലിനകത്തൂടെ ഈ ദൈവദാസന്മാരെ ഒക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ ആര് എന്ത് എതിര് പറഞ്ഞാലും നിങ്ങളിത് നികത്തരുത്. നിങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കണം സത്യത്തിന് വേണ്ടിയിട്ട്. ഒന്നീ ഇവന്മാരൊക്കെ തിരുന്തണം, ഇവന്മാർ ഒന്നീ നന്നാകണം. എന്നിട്ട് വരുന്ന തലമുറയിലെ കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വഴി നടക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളെപ്പോലുള്ളവർ ഇവരെ കണ്ടുപിടിച്ച് തേടി പിടിച്ച് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിക്കണം. കാരണം മനുഷ്യനെ കളിപ്പിച്ചോണ്ടിരിക്കുക ഇവര്. ഇവനൊന്നും ദൈവദാസന്മാരെന്ന് വിളിക്കരുത്, ഇവരൊക്കെ സാത്താന്റെ ദാസന്മാര്. ഇപ്പം സഹോദരൻ എന്നോട് പറഞ്ഞു ദൈവദാസന്മാരെന്ന്. ഇവന്മാരെ എവിടുത്തെ ദൈവദാസന്മാര്? അല്ല, നമ്മളെ ദൈവദാസന്മാരെന്ന് നമ്മളിങ്ങനെ പറയും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കന്യാകുമാരി മാവട്ടത്തിൽ ജനിച്ച ഒരാളാണ്. ഞാൻ വളർന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ്. എൻ്റെ നല്ല യൗവനത്തിന്റെ പ്രായത്തിൽ ഞാൻ IPC സഭയിലെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിച്ചും കർത്താവിന്റെ ശരീരത്തിലും രക്തത്തിലും അംശയായി ഞാൻ ജീവിച്ച് കർത്താവിന്റെ ദാസന്മാരോടുകൂടെ പങ്കുചേർന്നു. പക്ഷേ ഇവരുടെ എല്ലാം കെട്ട നടപ്പ്, ഇവരുടെ എല്ലാം മോശമായിട്ടുള്ള പ്രവൃത്തി കണ്ടതുകൊണ്ട് ഞാനിപ്പോ പള്ളിയിലും പോകുന്നില്ല, ഒരിടത്തും പോകുന്നില്ല. വയസ്സിപ്പോ എനിക്ക് 60 വയസ്സാറായി. ഇവരെല്ലാം ജനങ്ങളെ കളിപ്പിച്ചോണ്ടായിരിക്കുന്നത്. കാരണം പേടിപ്പിക്കുകയാണ്. ഇവര് പേടിപ്പിച്ച് ആണ് ഈ ബ്രെയിൻ വാഷ് ചെയ്താണ് ഈ മനുഷ്യന്റെ ഇവിടെ കലകം ഉണ്ടാക്കുന്നത്. ഇവന്മാരെ വീട്ടിലുള്ള പോലും കയറ്റരുതെന്ന് പറയണം. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഇവര് കളിപ്പിക്കുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭ കൂടി വരവ് അങ്ങനെ എങ്ങനെയാന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരുവൻ തൻ ആലയത്തെ മലിനീകരണമാക്കിയാൽ ഞാനും അവനെ മലിനീകരണമാക്കും. ആ ആലയമേ നിങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സാർ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവം ഒരു ആലയമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ നമ്മൾ തന്നെ ഒരുക്കി കർത്താവായ യേശുവിന്റെ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കത്തക്ക വിധത്തിൽ നമ്മൾ മാറിക്കൊള്ളണം. അത് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് യേശുവിന്റെ സാക്ഷി പറയുമ്പം അവന്റെ ഹൃദയത്തിൽ ഒരു കുളിർമ ഉണ്ടാകുകയും അവൻ ദൈവത്തിന്റെ സന്നദ്ധി വളരുകയും ദൈവം അവനെ വളർത്തുകയും ചെയ്യും. ഇവരൊക്കെ ചുമ്മാ കള്ള ദീർഘദർശനവും പറഞ്ഞു ചുമ്മാ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് നിർത്തരുത്. നിങ്ങളുടെ നാവിൽ ജീവനുള്ളിടത്തോളം സമയം ഇതുപോലുള്ള തട്ടിപ്പിന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ചു പറയണം സാറേ. തീർച്ചയായും. അതായത് അതുപോലെ തന്നെ ഇവരെ ഭയങ്കര ഈ ഭിക്ഷക്കാരെക്കാളും അതായത് രാഷ്ട്രീയക്കാരെക്കാളും മോശമായിട്ടാണ് ഇവര് മനുഷ്യരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശു അതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലോരം വഴി നടന്നു പോയപ്പം വലിയൊരു കൂട്ടം യേശുവിന്റെ മുമ്പിലും പിൻപിലും കൂടി നിന്നിട്ട് യേശു പയ്യെ പടകിലോട്ട് കയറി നിന്ന് അനേക കാര്യങ്ങൾ ഊമയായി സംസാരിച്ചു. യേശു ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സ്റ്റേജ് ഉണ്ടാകത്തില്ലേ? യേശു ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ എല്ലാവർക്കും കസേര ഉണ്ടാകത്തില്ലേ? യേശു ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ മൊത്തം ബൾബ് കൊണ്ട് അലങ്കരിക്കത്തില്ലേ? യേശു ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് പോകാൻ പൾസറിന്റെ ഓരോ ബൈക്ക് അവിടെ വരത്തില്ലേ? യേശു ഒന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ യേശു സെൻട്രൽ പാസ്റ്റർ അല്ലേ? സെൻട്രൽ പാസ്റ്റർക്ക് പോകാനായിട്ട് അവിടെ ഒരു 50 ലക്ഷം രൂപയുടെ ഒരു കാർ അവിടെ വരികയല്ലേ? യേശു ഇതൊന്നും അവിടെ വരുത്തിയില്ലല്ലോ. ഇവരോടൊക്കെ പറയണം, യേശുവിന്റെ അടിച്ചൊവിട്, യേശുവിന്റെ കാൽച്ചൊവിടിനെ നോക്കി കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ പറയണം. ഇതൊക്കെ വെറും കള്ളത്തരങ്ങളാണ് കേട്ടോ സാറേ. ഇത് അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഞാനിങ്ങനെ പലപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ദൈവവചനത്തിനകത്തിരിക്കുന്ന കാര്യങ്ങൾ. ഞാനൊക്കെ ഹൃദയത്തിൽ വേദനപ്പെട്ടുകൊണ്ട് നടന്ന കാര്യങ്ങളാണ് ഈ സമയങ്ങളിലൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇതുപോലത്തെ ഇത് നിർത്തരുത് കേട്ടോ. ആര് നിങ്ങളുടെ വായ അടപ്പിക്കാൻ നോക്കിയാലും സത്യത്തിന് വേണ്ടിയിട്ട് തന്നെ നിൽക്കണം. എൻ്റെ പൊന്ന് സാറേ, ഇതുപോലുള്ള പാർട്ടികളെയൊക്കെ നിങ്ങളുണ്ടല്ലോ, ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എനിക്കങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ വേദന തിന്നുകൊണ്ടിരുന്ന അനുഭവങ്ങളെ ഇത്രയും ദൂരെ ഇരുന്ന് നിങ്ങളുടെ ഈ വാർത്ത ഇത് കേൾക്കാൻ പറ്റിയില്ല. എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന പോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാൻ കേട്ടത് എനിക്ക് സന്തോഷം തന്നെയാണ്. കാരണം എനിക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ പഠിപ്പറിവില്ലാത്ത ഒരാളാണ്. എൻ്റെ പേര് സത്യൻ എന്നാണ്. എനിക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയത്തില്ല. പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സന്തോഷത്തിന്റെ ആ മഹിമ കൊണ്ട് ഞാൻ ഇവരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പോകത്തില്ല. കാരണം ഇങ്ങനത്തെ കള്ളന്മാർ അനേകരുണ്ട്. എന്നിട്ട് ഇവര് പൈസ പിരിച്ചിട്ട് കണ്ണൊക്കെ അടപ്പിച്ച് വെച്ചോണ്ടാ ഇവരൊക്കെ ഫോട്ടോ എടുത്ത് വെളിനാട്ടിലൊക്കെ അയച്ച് പൈസകൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര തട്ടിപ്പ്.
അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് നിർത്തരുത്. ആര് നിങ്ങളുടെ വായ അടയ്ക്കാൻ നോക്കിയാലും ഞാനൊക്കെ പറയേണ്ട വിഷയങ്ങളാണ് നിങ്ങളിൽ കൂടെ ദൈവം പ്രവർത്തിച്ച് പറയുന്നത്. അതിന് നമുക്ക് ഏത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ അനേക സ്ഥലത്ത് ദൈവത്തിന്റെ വചനം കാട്ടിലും നാട്ടിലും ഒക്കെയും പൊതുവായിട്ട് സുവിശേഷം അറിയിച്ച് നടന്ന ഒരാളാണ്. ഇവരുടെയൊക്കെ ദുഷ്ടപ്രവൃത്തി കൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇരട്ടി ശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ. ഇതുപോലത്തെ ഈ കള്ള ഭീകരന്മാരെ ഈ പിന്നെ പുതിയ നിയമസഭയ്ക്കകത്ത് ഒരിടത്തുമില്ല ഈ പൈസ ഫണ്ട് പിരിക്കുന്നത്. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 2 മണിക്കൂർ 40 മിനിറ്റ് നേരം കർത്താവിന് ദശാംശം കൊടുക്കുന്നതോ സ്തോത്രം പറഞ്ഞോ നിങ്ങൾ ഈ സുവിശേഷം പറയുന്നതോ ഈ സത്യത്തെ വിളിച്ചറിയിക്കുന്ന പോലെ ദൈവവചനത്തിൽ കൂടെ സത്യത്തെ അറിയിക്കുകയോ ചെയ്യുന്നതാണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ദശാംശം. അല്ലാതെ ദൈവത്തിന് ഇവിടെ മെഴുകുതിരിയുടെ ഇവിടെ സംഘടനയോ യേശു എവിടെങ്കിലും പിന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ചോ, യേശു എവിടെങ്കിലും നിറയെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. യേശു എവിടെങ്കിലും പിന്നെ ഇതുപോലെ വാഹനവും വണ്ടിയും മൈക്ക് സെറ്റും വെച്ച് ബക്കറ്റ് പിരിവും നടത്തി അങ്ങനെ വല്ലതും ചെയ്തോ? ഈ കള്ളന്മാർക്ക് നേരത്തെ പൈസ ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പാടുന്നവന് കാശ്, മറ്റവന് കാശ്. രക്ഷിക്കപ്പെടാത്തതിന് എന്തിനാ പാടാൻ വിളിക്കുന്നത്? യേശു അപ്പോസ്തലന്മാർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരുവൻ എന്നെ പിൻപറ്റിയാൽ അവനുള്ളതെല്ലാം വിട്ടു വെറുക്കണമെന്നു. തായാവത് അതായത് മക്കളെ യാവയും വിട്ടു വെറുക്കാത്തവൻ എനിക്ക് ശിഷ്യനല്ലെന്ന്. അപ്പം വിട്ടു വെറുത്ത് സിലുവ ക്രൂശ് ചുമക്കുന്ന ഒരു അനുഭവത്തിൽ പോകുന്നതാണ് കർത്താവിന്റെ വേല ചെയ്യുന്നവര്. അല്ലാതെ ഇവരെ പോലെ പിന്നെ ഈ കാണിക്ക പൈസ കള്ളദീർഘ ദർശനം പറഞ്ഞ് മേടിക്കുന്നവരല്ല. കാരണം എഫേസ്യർ 4-ാം അധ്യായം 11-ാം വാക്യത്തില് ദൈവം 5 വിധ ഉദ്യോഗസ്ഥന്മാരെ ദൈവം നിയമിച്ചിരിക്കുന്നു. അവിടെ അപ്പോസ്തലന് ദീർഘദർശിക്കുമാണ് പരലോകത്തിലിരിക്കുന്ന പരമരഹസ്യങ്ങളെ അറിയിക്കുന്നെന്ന് എഫേസ്യർ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ബാക്കി 3 പേർക്കും പരലോകത്തിലിരിക്കുന്ന ഈ ദൈവത്തിന്റെ രഹസ്യങ്ങളെ ഒന്നും വെളിപ്പെടുത്തുന്നതല്ല അങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇവര് ഈ ബാക്കി 3 കൂട്ടക്കാരുമാണ് ഈ അപ്പോസ്തലന്റെ നാമം എടുത്തു വെച്ച് പെണ്ണും കെട്ടി തലേദിവസം വരെ ഭാര്യയുടെ കൂടെ കിടന്ന് മേഞ്ഞേച്ച് ഇവിടെ മേടെ വന്ന് ഞായറാഴ്ച കയറി ഇന്നിട്ട് സ്വയാധീനം പ്രസംഗിക്കുന്ന ഇവരൊന്നും അല്ല കർത്താവിന്റെ വേലക്കാര്. കർത്താവിന്റെ വേലക്കാര് എല്ലാം വിട്ടു അവര് പിന്നെ കറയില്ലാത്തവരായി പിന്നെ നടക്കണം. അങ്ങനെയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇവര് ചുമ്മാ കാണിക്ക പിരിച്ച് കള്ളത്തരം പറഞ്ഞു കളിപ്പിക്കുന്ന ഇതിന് നിങ്ങൾ ഇത് തന്നെ എതിർത്ത് തന്നെ സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇനി എനിക്ക് നിറയെ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ പേടിച്ചാ പറയുന്നത്. നിങ്ങളൊരു ചാനലിൽ ജോലി ചെയ്യുന്ന ഒരാളല്ലേ, ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഇവിടെ കന്യാകുമാരി ജില്ലയിൽ വരികയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിലൊന്ന് വന്നിട്ടേ പോകാവുള്ളൂ. എൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് വന്നിട്ടേ പോകാവുള്ളൂ. തീർച്ചയായിട്ടും സഹോദര. അത് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്വീകരണം തന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിറയെ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അനുഭവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞത് പരമസത്യം. നിങ്ങൾക്ക് ആര് തന്നു? ഈ വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് തന്നതാണ്. ഈ സത്യത്തെ വിളിച്ചറിയിക്കാനുള്ള ഒരു ധൈര്യം ദൈവം നിങ്ങൾക്ക് തന്നതാണ്. കാരണം നിങ്ങൾ സത്യത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അംശം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. നിങ്ങൾ ആരെയും ഭയക്കാതെ പറയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് ഇത് കാണണം, ഇത് ഇങ്ങനെ തന്നെ പറയണം, ഇതിന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇന്ന് നമ്മുടെ ദേശത്ത് നടക്കുന്ന സംഭവത്തിന്റെ കാര്യങ്ങളാണിത്. ഇങ്ങനെ തന്നെ നിങ്ങൾ പറയണം. നിങ്ങളെ വായ അടയ്ക്കാൻ വരുന്നവരുടെ വായ അടയത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് യേശുവിന്റെ വേല ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കേട്ടോ സഹോദരാ? ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.